ഇന്നത്തെ ഏറ്റവും വലിയ ടെക് വാർത്തയിൽ ഒന്നാണ്. ട്രംപിൻ്റെ പേരിൽ ട്രംപ് ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നു. ട്രംപേഴ്സ് ഫോൺ T1 എന്നാണ് അതിൻ്റെ പേര്. ലോകത്തെമ്പാടും അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ട്രംപ് ശ്രമിക്കുകയാണ്. മാത്രമല്ല, വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് ഇത് വലിയൊരു ഉത്തേജകമാകുമെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഇന്ത്യയിൽ അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റും. ഫ്രീഡം ഫോൺ എന്നാണ് ഇതിൻ്റെ ഒരു ചുരുക്കപ്പേരായിട്ട് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് JR എന്നതിൻ്റെ പേരിനും മറ്റും ഫ്രീഡം ഫോൺ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. 2021 ആദ്യമായിട്ട് ഈ ഫോൺ പ്രഖ്യാപനം നടത്തിയത്. അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. സെൻസർഷിപ്പ് അഥവാ നമ്മുടെ ഈ വാട്സപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും ട്രംപിൻ്റെ വാദോരാത്ത പ്രസംഗങ്ങളെ നിരുത്തരപരമായിട്ടുള്ള വാക്കുകളെ ഒഴിവാക്കാൻ വേണ്ടി ഒരു വലിയ ഒരു നീക്കം നടത്തിയപ്പം ട്രംപ് സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടാക്കാൻ പ്രഖ്യാപിക്കുകയും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ വളരെ തകൃതിയായി നടത്തുകയും അവസാനം മാർക്കറ്റിൽ ഫോൺ ഇറക്കുകയും ചെയ്തിരിക്കുകയാണ്. ഫ്രീഡം ഫോണിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഒന്നാമതായിട്ട് iOS ഫ്രീഡം OS എന്നുള്ളതാണ്. ആൻഡ്രോയിഡ് ആധാരമായിട്ടാണ് ഒരു കസ്റ്റം OS ആണ് ഇപ്പോൾ നിലവിൽ വരുത്തിയിട്ടുള്ളത്. സെൻസർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫ്രീഡം ആപ്പ് സ്റ്റോർ ഇതിൽ അവൈലബിൾ ആണ്. യൂട്യൂബ്, ട്വിറ്റർ, പാർലർ, ഗാബ് തുടങ്ങിയ വലതുപക്ഷ സ്വയമുള്ള എല്ലാ ആപ്ലിക്കേഷനും ഫോൺ വാങ്ങിക്കുമ്പം തന്നെ നമുക്ക് ലഭിക്കും. ഹാർഡ്വെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ 6.53 ഇഞ്ചസ് ആണ്, അഥവാ HD+, 720x1600 പിക്സലാണ് വരുന്നത്. പ്രൊസസ്സർ ഉപയോഗിച്ചിട്ടുള്ളത് യൂണിസോക്ക് എന്ന് പറയുന്ന SC9863A അഥവാ 1.6 GHz ഒക്ടാ കോറാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് റാമിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ 4GB റാമാണുള്ളത്. 64 GB ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് ഉണ്ട്. ക്യാമറ പിൻഭാഗത്താണെങ്കിൽ 12 മെഗാപിക്സലും അതേപോലെ തന്നെ പ്ലസ്സായിട്ട് 5 മെഗാപിക്സലും കൂടെ 2 മെഗാപിക്സലും കൂടെയുണ്ട്. ഫ്രണ്ട് ഭാഗത്താണെങ്കിൽ 8 മെഗാപിക്സൽ ക്യാമറയാണ്, അഥവാ ബേസിക് ആയിട്ടുള്ളൊരു ക്യാമറയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ബാറ്ററിയുടെ കാര്യം 4000 mAh ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 10 ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് 10 എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ളതാണ്. ഇതിന് 3 വേരിയേഷനാണ് ഉള്ളത്. ഓപ്പറേറ്റിംഗ് 10, ഓപ്പറേറ്റിംഗ് 14, ഓപ്പറേറ്റിംഗ് ആൻഡ്രോയിഡ് 15 വരെ ഉള്ളതുണ്ട്. അതിൽ പ്രോ മാക്സ് എന്ന് പറയുന്നതാണ്, അഥവാ ഫ്രീഡം ഫോൺ പ്രോ മാക്സിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിലേറ്റവും പ്രധാനമായും ട്രംപ് പറയുന്ന കാര്യം, ലോകത്തെമ്പാടും വളരെ ചുരുങ്ങിയ പ്രൈസിന് നമ്മുടെ ഒരു ഫോൺ ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തൻ്റെ മക്കളായിട്ടുള്ള ജൂനിയർ ട്രംപാണ് ഇതിൻ്റെ മുൻകൈ എടുത്തിട്ടുള്ളത്. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും എന്നാൽ കഴിയുന്നത് കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഇത് ഫോൺ വിശ്വസിച്ച് വാങ്ങാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു 10 മിനിറ്റ് ദൈർഘ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിലേറെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, വലതുപക്ഷ തീവ്രമായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഫ്രീ ആയിട്ടുള്ള അതല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 37,000 രൂപയാണ്. അമേരിക്കയിൽ $499 കൊടുക്കേണ്ടത്. അതും ഫ്രീഡം ഫോണിൻ്റെ ബേസിന് വേണ്ടിയിട്ടാണ്. 3 വേരിയൻറ്റിലുണ്ട്. ഏറ്റവും വലിയ വേരിയൻറ്റിന് $679 കൊടുക്കേണ്ടത്. ഏകദേശം നമ്മൾക്ക് ആനുപാതികമായിട്ട് ഒരു 70,000-80,000 രൂപയുടെ അടുത്തേക്ക് വരും. ഏതായിരുന്നാലും ഫോണുകളൊക്കെ വരട്ടെ. നല്ല രീതിക്കുള്ള ഫോണാണോ അല്ലയോ എന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം, അഥവാ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വന്നതിന് ശേഷം വിശദമായിട്ട് പറയാം. ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നത്. താല്പര്യമുള്ളവർ കൂടെ കൂടുക. എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്.